അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കയിലും മദീനയിലും പോയി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലാൻ ദുആ ചെയ്യാൻ റക്അത്ത് അവിടെ നിസ്കരിക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിവേദനാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഉൻസുർ അഹാക വാലിമൻ ഔ മദ്ലൂമൻ. ആക്രമിക്കപ്പെട്ടവനോടും അക്രമിക്കും എന്താക്കണം, സഹായിക്കണം. ഒരു മനുഷ്യ ഇന്നൊരു മനുഷ്യനെ ആക്രമിച്ചോണ്ടിരിക്കണം. അപ്പൊ ആക്രമിക്കപ്പെട്ടവനും ഇപ്പൊ തന്റെ ഒരാൾ അടിച്ചിട്ടും കൊന്നിട്ടും അല്ലെങ്കിൽ നിന്റെ ഭയങ്കര ഉപദ്രവിക്കണം. അപ്പൊ ഞാൻ ആക്രമിക്കപ്പെട്ടവനും തന്നെ അടിച്ചോണ്ടുള്ളവർക്ക് അവിടെ അക്രമിക്കും. അങ്ങനെ രണ്ടാലും എന്താക്കണു, ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഫഖാല റജുലൻ യാ റസൂലല്ലാഹ്. അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉൻസുറുഹു ഇദാ കാന മദ്റൂമ. ആക്രമിക്കപ്പെട്ട ആളെ സഹായിക്കാൻ. ഞാൻ അടിച്ചിട്ടുള്ള ആള്, അപ്പൊ ഈ നമ്മളെ സൈക്കിളാലെ പോയിട്ട് സഹായിക്കാൻ. അറഅയ്ത ഇൻ കാന വാലിമൻ കൈഫ അൻസുറുഹു. അക്രമിയെ അങ്ങനെ നമ്മൾ സഹായിക്കുന്ന നബി അതൊന്ന് ചൊല്ലു തരൂ. അക്രമിയെ അങ്ങനെ സഹായിക്കണോ? ഭയങ്കര കിബിറല്ല, അവിടെ അങ്ങനെ സഹായിക്കണോ? പാലപ്പന സ്വത്ത് تحجزه أو تمنعه من الظلم فإن ذلك نصره. ഞങ്ങൾ അക്രമിയുടെയും അക്രമിക്കപ്പെട്ടവരുടെയും സഹായിക്കുമ്പോ, അക്രമിയുടെ സഹായിക്കുമ്പോ ഉപദ്രവാക്കിയിട്ടുള്ള അപ്പൊ ആക്രമണം പോയി സഹായിക്കുമ്പോ അക്രമിയുടെ ഞങ്ങൾ സഹായിക്കുമ്പോ എന്താണോ, അവൻ ആക്രമിച്ചത് കൊണ്ട് ഞാൻ അവർക്ക് ആഹാരത്തിന് ഭയങ്കര ശിക്ഷ പോയി. അവിടെ അക്രമിയായത് കൊണ്ടും ദുനിയാവിലും ഞാൻ ആഹ്റത്തിലും പിന്നെ അവർ ഒരുപാട് നമ്മളെ സഹിക്കേണ്ടി വന്നു. ചിലപ്പോ ഈ ആക്രമിക്കപ്പെട്ടവളും കണ്ണിട്ട് തന്നിട്ട് അവൾക്ക് ദ്വാരതാണ് കണ്ടെങ്കിൽ അവളുടെ ദ്വാര സ്വീകരിച്ചതിനെതിരായിട്ട് ആക്രമിക്കപ്പെട്ടവളുടെ ദ്വാര വേഗം സ്വീകരിക്കണം. അതേപോലെ അക്രമിക്ക് നല്ല ശിക്ഷ കിട്ടുന്നതാണ് ആഹ്റത്തിൽ. അവളുടെ ആകൃതി ഇപ്പൊ തപ്പായിരിക്കും. പക്ഷേ അക്രമി ഞങ്ങൾ അവിടെ കുടുംബം പോകുമ്പോഴത്തേക്കും ആക്രമിക്കണ്ടാണ് ചൊല്ലുമ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ ഈ എന്തിനല്ല പറയുക ചിലക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ കടി കൊടുക്കുക പറയുക അവിടെ എന്തിനെ ചൊല്ലിക്കാവും, എന്തിനെ ആക്കിക്കാവും. ഞങ്ങളെ കൊണ്ട് അവിടെ സഹായം ഉണ്ടാക്കാം. അക്രമിക്ക് പോയിട്ട് സഹായിക്കുക. ആക്രമിക്കപ്പെട്ടവരുടെയും രണ്ടാളെയും സഹായിക്കുക. അപ്പൊ ഞങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് ആ ആക്രമിക്കപ്പെട്ട കുട്ടോട് പോയേക്ക ഞങ്ങൾക്ക് എത്ര പ്രതിഫലം കിട്ടിയത്. അതേപോലെ ഈ അക്രമിക്ക് എന്തായത് നാലാഹ്റത്തിൽ കിട്ടുന്ന ശിക്ഷ ഇല്ലാണ്ടായി പോയത്. അതേപോലെ അവനും ആക്രമിക്കപ്പെട്ടവരുടെ ദ്വാ ഇല്ലാണ്ടായി പോയിട്ട് അവനെ രക്ഷപ്പെടുത്തിയെങ്കിൽ അവിടെ എന്താക്കണോ, ഞങ്ങളെ സഹായിച്ച പോലെ ആയിട്ട് ആ ടൈമിൽ പോയി സഹായാക്കിണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും പരസ്പരം എല്ലാ വിഷയത്തിലും എന്താക്കണോ, മുസ്ലിമീങ്ങൾ പരസ്പരം സഹായിക്കണോ, അയൽവാസികളെയും സഹായിക്കണോ, അക്രമിയുടെയും സഹായിക്കണോ, അക്രമിക്കപ്പെട്ട ആൾമാരെയും രണ്ടാലെയും എന്താക്കണോ, സഹായിക്കണോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയതും കേട്ടതും സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്രമികളെയും അക്രമിക്കപ്പെട്ട ആൾമാരെയും സഹായിക്കപ്പെടാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അക്രമികളുടെ എല്ലാ ശർറിനെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണോ അല്ലാഹ്. ആരെയും ആക്രമിക്കാതെ ജീവിക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ആക്രമിക്കപ്പെട്ടാൽ അല്ലാഹുവേ, ആക്രമിക്കപ്പെട്ടവരുടെ ദുആനെ തൊട്ട് നമ്മെ നീ കാക്കണം അല്ലാഹ്. അവരുടെ ദുആ നീ സ്വീകരിക്കുന്നതാണ് റബ്ബേ. അത്തരത്തിലുള്ള ആൾക്കാരുടെ ദുആനെ തൊട്ട് നമ്മെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാനുള്ള സന്മനസ്സും തൗഫീഖും നമുക്ക് നൽകണം അല്ലാഹ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. നമ്മുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. സിഹറന്മാരുടെ സിഹർ നീ ബാത്തിലാക്കണേ റബ്ബേ. ഫിത്നക്കാരുടെ ഫിത്നയെ തൊട്ട് കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയെ തൊട്ട് കാക്കണം അല്ലാഹ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നീ നല്ല സൽസ്വഭാവം നൽകണേ റബ്ബേ. അവർക്ക് അവരുടെ കൽബിൽ നീ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് നടക്കണം അല്ലാഹ്. സിഹർ ചെയ്യുന്നവരും ഫിത്ന ചെയ്യുന്നവരും ചതിയെടുക്കുന്ന
മനുഷ്യന്മാർ അവർക്ക് നീ ഹൈറായ റഹ്മത്തിന്റെ വഴികൾ നല്ല സാലിഹായ ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുന്ന വഴികളെല്ലാം അവർക്ക് നീ കാണിച്ചു കൊടുക്കണമെന്ന് അല്ലാഹുവേ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നീ മാപ്പ് കൊടുത്ത് അവരെ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ റബ്ബേ അത്തരത്തിലുള്ള കാര്യം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഒരു ഹക്കും ഒരു കടവും ബാക്കിയില്ലാതെ എല്ലാവരുടെ പൊരുത്തത്തോടെ നമ്മുടെ യഥാർത്ഥ മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലാ മോശമായ മരണം നമുക്ക് ആർക്കും നീ നൽകരുത് റബ്ബേ നമ്മുടെ മക്കളെ നീ സ്വർഗത്തിന്റെ മക്കളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കണമല്ലാ അല്ലാഹുവേ വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യുന്ന നല്ല സ്വാലിഹായ മക്കളെ കൂട്ടത്തിൽ നീ പെടുത്തണമല്ലാ അല്ലാഹുവേ നമ്മുടെ ദുആ അത് നമ്മുടെ ഉപ്പുമ്മാക്ക് നൽകണേ റബ്ബേ അവർക്ക് അതിന്റെ പ്രതിഫല സവാബിനെ എത്തിച്ചു കൊടുക്കണമല്ലാ നമ്മുടെ ഉപ്പുമ്മാക്ക് നീ സ്വർഗ്ഗം കൊടുക്കണമല്ലാ നമ്മുടെ റിസ്കിനെ വിശാലമാക്കി ചൊരിച്ചു തരണമല്ലാ നമ്മുടെ പെണ്ണുകുട്ടികളിലും ആണുകുട്ടികളിലും നീ ബറക്കത്ത് നൽകണമല്ലാ നമ്മുടെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണമല്ലാ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضله صلى الله على